എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്സ്റ്ററിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു. ഞാൻ ജി കെ തുമ്പക്കാരൻ. ഇന്നലെ ഞാൻ നേരിട്ട് കണ്ട ഒരു അനുഭവ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലെത്തിക്കുന്നത്. ഏതാണ്ട് ഇന്നലെ ഒരു ഹാർഡ്ലി 10:30 മണി സമയം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ എൻ്റെ പരിചയമുള്ളൊരു സുഹൃത്തിനെ വിസിറ്റ് ചെയ്യാൻ പോയി. അദ്ദേഹത്തിന് ചെറിയൊരു ഗ്രോസറി ഷോപ്പൊക്കെ ഉള്ളതായിരുന്നു. അവിടെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ഞങ്ങളുടെ സംസാരം തുടങ്ങുമ്പോൾ തന്നെ ആ കടയ്ക്ക് മുന്നിൽ ഒരു ബൈക്ക് വന്നു. 2 പേർ. അതിലൊരു ചെറുപ്പക്കാരൻ കഷ്ടിച്ച് പോയാൽ 17-18 ഇത്രയേ ഉള്ളൂ. ഈ ചെറുക്കൻ നേരെ വന്ന് എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം, കൂൾ ഡ്രിങ്ക്സ് വേണം. അപ്പോൾ അവിടെ നിന്ന് സെയിൽസ് ഗേൾ ചോദിച്ചു എന്ത് കൂൾ ഡ്രിങ്ക്സാണ് വേണ്ടത്, എന്തെങ്കിലും തരിക. എന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് കുറേ നോട്ടുകൾ, ആ 200-ൻ്റെ 100-ൻ്റെ 500 നോട്ടുകൾ അങ്ങോട്ട് എടുത്ത് ഇടുക. അപ്പോൾ ഇവരെല്ലാം അതിശയിച്ചു, എന്താണ് ഒരു കൂൾ ഡ്രിങ്ക്സിന് ഇത്ര വേണ്ടത്, മാക്സിമം അതങ്ങാണ്ട് 40 റുപ്പീസ് സംതിങ് ആണ്, അതിന് ഇത്ര നോട്ട് ഇടുന്നത് എന്തിനാണ്? അപ്പോഴത്തേക്കും ഈ പയ്യൻ നിൽക്കാൻ സാധിക്കുന്നില്ല. ഇവൻ്റെ കൈയെല്ലാം വരയ്ക്കുകയാണ്, തലയെല്ലാം ഒരുമാതിരി വല്ലാത്തൊരു പ്രോബ്ലത്തിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ എന്തോ പന്തികേടാന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഇവൻ്റെ കൂടെ വന്ന മറ്റൊരു സുഹൃത്ത് ഓടി വന്നു. എന്നാടാന്ന് ചോദിച്ചു. ഇവനെ പിടിച്ച് നേരെ അങ്ങടിക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവർ പറഞ്ഞ് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുക, അതെടുത്തിട്ട് ബാക്കി അതിപ്പോൾ വേണ്ട, ഞങ്ങൾ പിന്നെ വാങ്ങിക്കൊള്ളാം. ഇവന് യഥാർത്ഥത്തിൽ ബൈക്കിലിരിക്കാനും പറ്റുന്നില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇത് രണ്ടും ഇഹലോകവാസം പിടിഞ്ഞ് രണ്ടും, കാരണം ആ രീതിയിലാണ്. നോക്കിയപ്പോൾ വാട്ട് ഹാപ്പൺ ഈസ് എ ഡ്രഗ്സ് അഡിക്റ്റ്. ജസ്റ്റ് സി, 17 വയസ്സോ 18 വയസ്സോ ഉള്ള 2 പയ്യന്മാർ ബൈക്കിൽ നിൽക്കാൻ നിവർത്തിയില്ലാത്ത. ഞാൻ പോയ സ്ഥലം കുറച്ച് അവിടെ ചെറിയൊരു വിജനമായ സ്ഥലങ്ങളുണ്ട്. ഈ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കളിക്കാൻ പോകുന്നൊരു സ്ഥലങ്ങളാണ്. ആ ഭാഗത്ത് നിന്ന് ഇവന്മാർ വന്നത്. പക്ഷേ ആ സ്റ്റേജ് കണ്ട് ഞാൻ ഷോക്കായിപ്പോയി. നേരിട്ട് ആദ്യമായി കാണുന്ന അവൻ്റെ കൈയെല്ലാം വിറയ്ക്കുന്നു. ഈ മുഖം ഒരുമാതിരി വിട്ടുന്ന ഒരു പ്രാകൃത വേഷം, സംതിങ് നമ്മുടെ ഈ തുള്ളൽ ആൾക്കാരൊക്കെ നടത്തുള്ളൂ, ചില മന്ത്രം ഇങ്ങനെ തുള്ളാറുണ്ടല്ലോ, ഈ വെളിപാടൊക്കെ കാണിക്കുന്നത് അതേ ലെവലിലാണ്. ഇവന് നിൽക്കാൻ പറ്റുന്നില്ല. വട അവനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഞാൻ എന്താ പറ്റി അപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പിന്നെയാണ് നമ്മുടെ കട ഓണർ, എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ആ പിള്ളേർ ഡ്രഗ്സ് അടിച്ചിരിക്കുകയാണ്, അക്യൂട്ടായിപ്പോയി, അതാണ് പ്രശ്നം, വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ എങ്ങനെ എന്താണെന്നറിയില്ല ഈ കൂൾ ഡ്രിങ്ക്സ് എടുത്ത് അത് മുഖത്തൊക്കെ ഒഴിക്കുക. കൂൾ ഡ്രിങ്ക്സ് ഇവന് തണുക്കണം, ഇത് സംതിങ് അപ് നോർമൽ. സോ ഉമ്മർ ആ വണ്ടി കയറി അങ്ങടേക്ക് പോവുക. അയാളുടെ 200-300 രൂപ കൂടെ ഇട്ട് അത് പിന്നെ അവർക്കൊന്നും ലെവലില്ല. ഓക്കെ. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കാണാം വേറെ 2 പിള്ളേർ. ഞാൻ ചോദിച്ചു ഈ കടക്കാരൻ, ഞാൻ പിള്ളേർ അവിടെ വണ്ടിയിൽ വീണാന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ ബൈക്ക് ആക്സിഡൻ്റായി അവിടെ നിന്ന് എങ്ങനെയോ ചാടിപ്പിടി അവിടെ നിന്ന് ഓടി ഇങ്ങോട്ടേക്ക് വന്നാണ്, വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. സോ ദയവ് ചെയ്ത് ഉള്ള എല്ലാ പേരൻസിനും എൻ്റെ റിക്വസ്റ്റ്, ഈ ഓണക്കാലം വളരെ മോശമായുള്ള ഒരു ദിവസങ്ങളാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പുറത്ത് മറ്റുള്ള കൂട്ടുകാരോടൊപ്പം ഒന്നും വിടാതിരിക്കുക. കുഞ്ഞുങ്ങളും പേരൻസും നിങ്ങൾ തന്നെ ഈ ഓണ അവധികൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യാൻ നോക്കുക. ഇവരെന്ത് ആവശ്യം പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പറയാം, മോനെ നിങ്ങൾ ഈ ഓണത്തിന് നമ്മളെല്ലാം ഒന്നിച്ചായിരിക്കും, അടുത്ത ഓണത്തിന് നമുക്കറിയില്ല ഹൂ ഈസ് ഹൂ, നമ്മളെവിടെ ആയിരിക്കുന്നു ഒന്നും അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം മക്കളെല്ലാം അച്ഛൻ്റെ അമ്മയോടൊപ്പം ഉണ്ടാകണം എന്നവരെ സമാധാനപരമായി നയപരമായി പറഞ്ഞ് എന്തെങ്കിലും അവർ ഒപ്പം നിർത്തുക. ഇല്ലെങ്കിൽ ഈ പിള്ളേർ ഈ ഓണം കഴിയുമ്പോൾ വീണ്ടും ആയിരക്കണക്കിന് കുട്ടികൾ ഡ്രഗ്സ് അഡിക്റ്റാകും. അതിൽ യാതൊരു കാര്യമില്ല. കാരണം നമുക്കിവിടെ ഇരിക്കുന്ന സംവിധാനങ്ങൾ, ഈ പ്രിവെൻറ്റേഷൻ സംവിധാനങ്ങൾ ഒട്ടും ഒരു അപര്യാപ്തമായ രീതിയിലല്ല ഇന്ന് നമ്മുടെ ഗവൺമെൻറ് തലങ്ങൾ ഇതിനുള്ളൊരു പ്രിവെൻറ്റേഷൻ സെൻസർ നടത്തുന്നത്. ആളില്ല, ഒന്നത് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല, ആളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നുമില്ല. അവർക്ക് അവരുടെ പോഴത്തരയും വൃത്തികേടും കാണിക്കാൻ വേണ്ടി മാത്രം അവരുടേതായ രീതിയിൽ ഭരണം നടത്തുന്നത്. മറിച്ച് ഇവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നത്, നല്ല ചുറുചുറുപ്പുള്ള പയ്യന്മാരുടെ നഷ്ടപ്പെടുന്നത് ഡ്രഗ്സിന് അഡിക്റ്റായിരിക്കണം. ഈ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് ആരാണ്? ഈ കേരളത്തിലുള്ളവർ തന്നെ. എന്താ ഈ നേതാക്കന്മാർ, ഏത് ഇത് DYFI ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയിരുന്നാലും ഇവരൊക്കെ ഒന്ന് ശ്രമിച്ചാൽ ഇതിനൊക്കെ എൻ്റെ നിശേഷം വിത്തിൻ നോ ടൈം
കണ്ടുകെട്ടാൻ പറ്റും. കാരണം ഇങ്ങനെ ഇതിലുള്ളവർ തന്നെയാണ് ഇതിൻ്റെ ഡ്രഗ്സ് മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, അതിൻ്റെ കമ്മീഷനും പറ്റുന്നവർ. അതുകൊണ്ട് കാലം വളരെ കെട്ട കാലമായിപ്പോൾ. ദയവ് ചെയ്ത മാതാപിതാക്കൾ, നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കാൻ നിങ്ങൾ മാത്രമുള്ളൂ. ഒരിക്കലും ഗവൺമെൻറ് മിഷനറീസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ, നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ, സമൂഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ, സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ, രാജ്യത്തെ ഒന്നും സാധിക്കില്ല. അവർക്ക് അവരുടെ കാര്യം, അവർക്ക് എന്ത് തോന്നിയാസത്തിനും കാണും. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മിഷനറി അവരുടെ തോന്നിയാസത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, ദയവ് ചെയ്ത് ഒരു രീതിയിലും കുഞ്ഞുങ്ങളെ ഈ ഓണ അവധിക്കാലത്ത് ആഘോഷ പരിപാടിക്കായി പുറത്ത് വിടാതിരിക്കുക, മാക്സിമം തടയുക. എന്നാൽ അടുത്താണ് നിങ്ങളുടെ വീക്ഷണത്തിലാണെങ്കിൽ യു അലൗ ദം ടു ഗോ ദെയർ, കുഴപ്പമില്ല, അവർ പോയി എൻജോയ് ചെയ്യട്ടെ. ബട്ട് 6 മണി കഴിയുമ്പം അവർ വീട്ടിലെത്തണം, അവർ ശ്രദ്ധിക്കണം, നോക്കണം. ഇല്ലെങ്കിൽ ഈ ഓണം വന്ന് ഒരു വൃത്തികെട്ട ഓടികൾ മോശമായ ഒരു റിസൾട്ടായിരിക്കും കൂടുക. എന്ത് തന്നെയായിരുന്നാലും ഈ ഓണത്തിന് കുറേ അധികം ഡ്രഗ്സ് അഡിക്റ്റഡ് പയ്യന്മാരെ വാർത്തെടുക്കാനുള്ള സാഹചര്യം ഇന്ന് കേരളത്തിൽ വളരെ ഈസി ആയിട്ടുണ്ട്. കാരണം ഈ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നവരുണ്ട്, അനായാസമുണ്ട്, അവർക്ക് സപ്ലൈ അത് കിട്ടും. അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്, അവർക്ക് കൊണ്ട് രാഷ്ട്രീയ ഒത്താശ ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് നമ്മളാണ് ഒറ്റപ്പെടാതിരിക്കുന്ന ഈ വടികൾ, ഈ മയക്കുമരുന്നും കള്ളമദ്യവും ഒഴുക്കുന്നവരാണ്. അവർക്ക് എല്ലാ പിന്തുണയും ഭരണപക്ഷത്തു നിന്നും എല്ലാ തരത്തിൽ നിന്നും സംഘടനാതലത്തിൽ നിന്നും അവർക്ക് കിട്ടും. സോ ഇതൊരു അർജൻറ്റ് വീഡിയോ. എനിക്ക് ഷോക്കായിപ്പോയി, എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. സാധിച്ചാൽ ഈ വീഡിയോ എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുജനങ്ങൾക്കൊന്നും അയച്ചാലും കാണാം. വീണ്ടും മറ്റൊരു വീഡിയോ ഉണ്ട്. താങ്ക് യു.